മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത യുവതിയുടെ ശസ്ത്രക്രിയ പൂർത്തിയായി. ശേഷം യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. യുവതി ഐസിയുവിൽ നിരീക്ഷണത്തിലാണ്. പിത്താശയ സഞ്ചി നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയെയാണ് തുടർ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് വിട്ടത്. സംഭവത്തിൽ കുടുംബം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകി. വിവരങ്ങളുമായി അഞ്ജന സുകുമാരൻ ചേരുന്നുണ്ട്. അഞ്ജന, ആശുപത്രി അധികൃതർ പറയുന്നത് എന്താണ്? ഇവർ പരാതി നൽകിയത് ആർക്കാണ്? വിശദാംശങ്ങൾ എന്ത്? ഇന്നലെയാണ് കുടുംബം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ കണ്ട് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. അത് പിത്താശയ സഞ്ചി നീക്കം ചെയ്തതിനെ തുടർന്ന് പരപ്പനങ്ങാടി സ്വദേശിയായ നസ്രീന എന്ന യുവതിക്ക് 28 വയസ്സായിരുന്നു. ചില സങ്കീർണതകൾ രൂപപ്പെടുകയായിരുന്നു. അതായത് പിത്താശയ സഞ്ചി മാറ്റിയതിനെ തുടർന്ന് ചില സങ്കീർണതകൾ യുവതിക്കുണ്ടായി. യുവതി ഇവിടെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഈ പിത്താശയ സഞ്ചി മാറ്റിയതിന് പിന്നാലെ ഈ പിത്തരസം ഒഴുകുന്ന ഒരു നിലയിലേക്ക് യുവതിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു. അത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചില രോഗികൾക്ക് അത്തരത്തിൽ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട്. അത് ഈ പിത്തരസത്തോടൊപ്പം രക്തവും വരുന്ന രീതിയിലായിരുന്നു യുവതിയുടെ നില. അത് വസ്ത്രത്തിലും അതോടൊപ്പം തന്നെ കിടക്കയിൽ പോലും ഇത്തരത്തിൽ പിത്തരസം വന്ന് ഇടയ്ക്കിടയ്ക്ക് വസ്ത്രം മാറേണ്ട ഒരു രീതിയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ കടുത്ത വേദനയും ഉണ്ടാവുകയായിരുന്നു. ഡോക്ടർമാരെ വിവരം അറിയിച്ചെങ്കിലും അത് സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞതിനെ നിരാകരിക്കുകയായിരുന്നു ഡോക്ടർമാർ ചെയ്തതെന്നുള്ളതാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത്. പിന്നീട് ചൊവ്വാഴ്ച വൈകിട്ടാണ് യുവതിയുടെ നില അല്പം ഗുരുതരമാണ്, മറ്റൊരു ശസ്ത്രക്രിയ ചെയ്യണം, അതിനുള്ള മെഷീൻ ഈ ആശുപത്രിയിലില്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിനുള്ള മെഷീൻ ഇല്ല, അതുകൊണ്ട് തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയാണ്. ഡോക്ടറുടെ കുറിപ്പടിയോടുകൂടെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് സർജറി ചെയ്യാമെന്നുള്ളത് ഡോക്ടർമാർ യുവതിയുടെ കുടുംബത്തെ അറിയിക്കുകയായിരുന്നു. പക്ഷേ അതിനുള്ള സാമ്പത്തിക സ്ഥിതി യുവതിയുടെ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പൊതുപ്രവർത്തകൻ നൌഷാദ് തെക്കേലിന്റെ നേതൃത്വത്തിൽ ഈ കുടുംബം ഇന്നലെ രാവിലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ കണ്ട് പരാതി നൽകുകയും ഈ പ്രിൻസിപ്പൽ ഇതിൽ ഒരു അടിയന്തര ഇടപെടൽ നടത്തുകയുമായിരുന്നു. യുവതിക്ക് അത് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല, ഒപ്പം തന്നെ സാമ്പത്തിക സ്ഥിതി കൂടി ഇല്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ നേരിട്ട് മെഡിക്കൽ കോളേജ് ഫണ്ടിൽ നിന്നും ഒരു തുക നീക്കിവെച്ച് സ്വകാര്യ ആശുപത്രിയിലേക്ക് ശസ്ത്രക്രിയ ചെയ്യാനായി യുവതിക്ക് പണം നൽകുകയായിരുന്നു. ഏതായാലും ഇന്നലെ വൈകിട്ടോടെ ശസ്ത്രക്രിയ പൂർത്തിയാക്കി യുവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. തൊണ്ടയാടുള്ള സ്വകാര്യ ആശുപത്രിയിലായിരുന്നു യുവതിക്ക് ശസ്ത്രക്രിയ നടത്തിയത്. അത് ട്യൂബിട്ട് പിന്നീട് തിരിച്ച് വൈകിട്ടോടെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. നിലവിൽ യുവതിയുള്ളത് ഐസിയുവിലാണ്, നിരീക്ഷണത്തിൽ തുടരുകയാണ്. നിലവിൽ ആരോഗ്യസ്ഥിതി പുരോഗതിയുണ്ട് എന്നുള്ളതാണ് കുടുംബം ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും നേരത്തെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇത്തരം പിഴവുണ്ടായത് അത് ഡോക്ടറുടെ ഭാഗത്തു നിന്നുള്ളതാണ്. ഇത്രയും ഗുരുതരമായിട്ട് പോലും അത് ഡോക്ടർമാർ വേണ്ട പരിഗണന നൽകിയില്ല എന്നുള്ളതാണ് ഏതായാലും കുടുംബം ആരോപിക്കുന്നത്.